രതീഷ്, ഈ തീ കടയ്ക്കുള്ളിലെ തീ അണയ്ക്കണമെങ്കിൽ അതിനകത്ത് പ്രവേശിക്കാൻ കഴിയണം. അതിന് ചുറ്റുവട്ടത്തുള്ള തീയെല്ലാം പൂർണ്ണമായി അണയ്ക്കുകയും വേണം. ഇപ്പോൾ ആ തരത്തിൽ എന്തെങ്കിലും നീക്കം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? അത്തരം എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അഖില, ഞാനിപ്പോൾ ഈ തീ അണയ്ക്കുന്നതിൻ്റെ തൊട്ട് മുൻപിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ മനസ്സിലാവുന്നത് ആദ്യം തീ പടർന്ന ആദ്യ ഭാഗത്ത് തീൻ്റെ ആദ്യം പുകയും മറ്റും പടർന്ന ആദ്യ ഭാഗത്ത് തീ പൂർണ്ണമായും അണച്ചു. ഇതിൻ്റെ നടുഭാഗത്തുള്ള തീയാണ് ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതര മറ്റ് ഭാഗത്തേക്കുള്ള കെട്ടിടത്തിലേക്ക് തീ എത്താതിരിക്കാനുള്ള പൂർണ്ണമായ തരത്തിലുള്ള ജാഗ്രത പുലർത്തി ആ ഭാഗത്തെ തീ പൂർണ്ണമായും കെടുത്താനുള്ള ശ്രമങ്ങളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ ആദ്യം അണച്ച തുണിയിൽ വീണ്ടും തീ പടരുന്നതാണ് ഇപ്പോൾ ആശങ്കയുണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തീ അണയ്ക്കുന്നത് ഇത് നിയന്ത്രണ വിധേയമാക്കാൻ അല്പസമയങ്ങൾക്കുള്ളിൽ നിയന്ത്രണ വിധേയമാക്കുമെന്ന ആത്മവിശ്വാസം രക്ഷാപ്രവർത്തകരൊക്കെ പറയുമ്പോൾ തന്നെ ഈ നിലവിൽ ഈ ബിൽഡിംഗ്, ഈ കെട്ടിടം, ഈ വസ്ത്ര സ്ഥാപനം, മൊത്ത വ്യാപാര സ്ഥാപനം പ്രവർത്തിച്ച കെട്ടിടം, ഈ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ 2 നിലയായിട്ടാണ് ഇത് പ്രവർത്തിച്ചിരുന്നത്. ആദ്യ നിലയിൽ വസ്ത്രങ്ങളുണ്ട്. മുകൾ നില സാധാരണ നമ്മൾ സാധാരണ മേൽക്കൂര മറ്റു പാരപ്പറ്റലിന് മുകളിൽ കെട്ടിയുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഷെഡ് മാത്രമാണ്. ആ ഷെഡ് പൂർണ്ണമായും ഒരു കെട്ടിടത്തിൻ്റെ രൂപത്തിൽ ഡിസൈൻ ചെയ്ത് അതേ രീതിയിൽ ആക്കിയ ശേഷം അതിലാണ് കൂടുതൽ തുണികളൊക്കെ തന്നെ ഉണ്ടായിരുന്നത്, തുണിത്തരങ്ങൾ ഉണ്ടായിരുന്നു, വലിയ വസ്ത്രശേഖരം ഉണ്ടായിരുന്നത്. അതിനുൾപ്പെടെയാണ് തീപിടിച്ചത്. ഒരു തീപിടുത്തമുണ്ടായാൽ സ്വാഭാവികമായും വസ്ത്രസ്ഥാപനമാണ്. ഒരു തീപിടുത്തമുണ്ടായാൽ എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ ഇതിനെ നിയന്ത്രിക്കണം എന്നൊന്നും തന്നെ ഒരു തരത്തിലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള രീതിയിലാണ് ഈ കെട്ടിടം പ്രവർത്തിച്ചിരുന്നത്, ഈ വസ്ത്രസ്ഥാപനം പ്രവർത്തിച്ചിരുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ. ഒരു തരത്തിലുള്ള അതായത് ഒരു തീപിടുത്തമുണ്ടായാൽ അതിനെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള പ്രാഥമികമായ സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ഇടുങ്ങിയ തരത്തിലുള്ള റൂമുകളിലാണ് വലിയ തരത്തിലുള്ള വസ്ത്രശേഖരം ഉണ്ടായിരുന്നത് എന്നത് ഉറപ്പാണ്. കാരണം ഇങ്ങനെ തീ പടരണമെങ്കിൽ ആ സാധ്യത തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ ആദ്യം കത്തിയ ഭാഗത്ത് തന്നെ വീണ്ടും തീ പടരുന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. എന്തായാലും ആ ഭാഗത്ത് ശക്തമായി തീ കെടുത്താനുള്ള ശ്രമം ഫയർഫോഴ്സും മറ്റും തുടരുകയാണ്. അത് വളരെ കുറഞ്ഞ സമയങ്ങൾക്കുള്ളിൽ അവർക്ക് നിയന്ത്രണ വിധേയമാക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ തന്നെ ഇത്തരത്തിൽ ശാസ്ത്രീയമായ രീതിയിൽ വലിയ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ശാസ്ത്രീയമായ രീതിയിൽ തീപിടുത്തമുണ്ടായാൽ അണയ്ക്കുന്നതിന് ഒരു പ്രാഥമികമായ ഒരു ഒരുക്കങ്ങൾ അല്ലെങ്കിൽ സംവിധാനങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാകണം. അതിന് കർശനമായ നിയമങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളത് വലിയ ചർച്ചയായിട്ടുണ്ട്. മാത്രവുമല്ല, കൂടുതൽ ഈ ഒരു വലിയ നഗരമെന്ന നിലയിൽ നഗരത്തിനടുത്തു തന്നെ കൃത്യമായ രീതിയിൽ അഗ്നിശമന യൂണിറ്റുകൾ സർവ്വസജ്ജമായിരിക്കണം. ഏത് നിമിഷവും എന്തെങ്കിലും അപകടമുണ്ടായാൽ അതിനെ നിയന്ത്രിക്കുന്നതിനും മറികടക്കുന്നതിനും തീപിടുത്തമുണ്ടായാൽ അണയ്ക്കുന്നതിനും ഒക്കെ അത്തരം കഴിയുന്ന തരത്തിൽ അങ്ങനെ ഒരു മുന്നൊരുക്കം വേണ്ടതുണ്ട്. കോഴിക്കോട് നഗരത്തിൽ അത്തരം ഒരു മുന്നൊരുക്കമില്ല എന്ന ഒരു ആക്ഷേപം വ്യാപാരി സുഹൃത്തുക്കളൊക്കെ തന്നെ ഉന്നയിക്കുകയുണ്ടായി. എന്നാൽ അതൊക്കെ തന്നെ ഇനി വരും ദിവസങ്ങളിൽ ചർച്ചയാകും. ഒരു തീപിടുത്തത്തെ ഗൗരവമായി തന്നെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇപ്പോഴും തീപിടുത്തം നിയന്ത്രണ വിധേയമായി എന്ന് തന്നെ ഒരുപക്ഷെ നമുക്ക് പറയേണ്ടി വരും. പക്ഷേ വീണ്ടും അണച്ച ഭാഗത്തെ തീ വീണ്ടും പടരുന്നതാണ് ഇപ്പോൾ ആശങ്കയുണ്ടാക്കുന്നത്.